ഭൂമിയിൽ മാത്രമേ ജീവനുള്ളൂ. ഈ മഹാപ്രപഞ്ചത്തിൽ നാം തനിച്ചാണോ? ശാസ്ത്രലോകത്തെ ഇന്നും ഏറ്റവുമധികം കുഴക്കിയിട്ടുള്ള, ഇപ്പോഴും കുഴയ്ക്കുന്ന ഒരു ചോദ്യമാണിത്. ഫെർമി പാരഡോക്സ് എന്ന് ശാസ്ത്രലോകം വിളിക്കുന്ന ഈ വലിയ ചോദ്യത്തിന് പിന്നിലെ വിചിത്രമായ ചില കോസ്മിക് രഹസ്യങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഭൂമിയിൽ ജീവൻ ഉടലെടുക്കാനും അത് കോടിക്കണക്കിന് വർഷങ്ങളായി നിലനിൽക്കാനും സാധിച്ചതിന് പിന്നിൽ പ്രകൃതി ഒരുക്കിയ അതീവ സങ്കീർണവും കൃത്യവുമായ ചില സാഹചര്യങ്ങളുണ്ട്. ശാസ്ത്രലോകം ഇതിനെ ഗോൾഡ് ലോക്സ് സാഹചര്യങ്ങൾ എന്നാണ് വിളിക്കുന്നത്. എന്താണ് ഈ ഗോൾഡ് ലോക്സ് കണ്ടീഷൻ? സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൂരം കൃത്യമാണ്. ഒരുപാട് അടുത്തുമല്ല, എന്നാൽ ഒരുപാട് അകലെയുമല്ല. ഭൂമിയും സൂര്യനും തമ്മിലുള്ള ശരാശരി ദൂരം ഏകദേശം 14,96,00,000 കിലോമീറ്ററാണ്. ശാസ്ത്രലോകത്ത് ഈ ദൂരം അറിയപ്പെടുന്നത് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നാണ്. പ്രപഞ്ചത്തിലെ വലിയ ദൂരങ്ങൾ അളക്കാൻ ജ്യോതിശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്ന ഒരു അടിസ്ഥാന അളവാണിത്. എന്നാൽ ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നത് പൂർണ്ണമായ ഒരു വൃത്തത്തിലല്ല, മറിച്ച് ചെറിയൊരു എലിപ്റ്റിക്കൽ പാതയിലൂടെ, ദീർഘവൃത്ത പാതയിലൂടെ ആയതുകൊണ്ട് ഈ ദൂരം എപ്പോഴും ഒരേപോലെ അല്ല. വർഷത്തിൽ 2 തവണ ഈ ദൂരത്തിൽ മാറ്റമുണ്ടാകാറുണ്ട്. പെരിഹീലിയൻ, ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന അവസ്ഥയാണിത്. അത് ജനുവരി മാസത്തിലാണ്. അപ്പോൾ ദൂരം ഏകദേശം 14.7 കോടി കിലോമീറ്ററായി കുറയും. അപ്ഹീലിയൻ, ഭൂമി സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയാകുന്ന അവസ്ഥയാണിത്. അത് ജൂലൈ മാസത്തിലാണ്. അപ്പോൾ ദൂരം ഏകദേശം 15.2 കോടി കിലോമീറ്ററായി കൂടും. ഈ 2 ദൂരങ്ങളുടെയും ശരാശരി എടുത്താണ് നമ്മൾ 14.96 മില്യൺ കിലോമീറ്റർ എന്ന് കണക്കാക്കുന്നത്. ഈ ഭീമമായ ദൂരം കാരണം സൂര്യനിൽ നിന്നുള്ള പ്രകാശം സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചിട്ട് പോലും ഭൂമിയിലെത്താൻ ഏകദേശം 8 മിനിറ്റ് 20 സെക്കൻഡ് സമയമെടുക്കും. അതായത് നമ്മൾ ഇപ്പോൾ കാണുന്ന സൂര്യപ്രകാശം യഥാർത്ഥത്തിൽ 8 മിനിറ്റിലധികം മുൻപ് സൂര്യനിൽ നിന്ന് പുറപ്പെട്ടതാണ്. നമുക്കിന്ന് ഈ അത്ഭുതകരമായ ചോദ്യങ്ങളിലേക്ക് ഒന്ന് പോയി വരാം. എന്നാ തുടങ്ങിയാലോ? നമസ്കാരം, ഞാൻ ഷാബു പ്രസാദ്. നിങ്ങൾ കാണുന്നത് സയൻസ് കോർണർ. ശാസ്ത്രം എന്നത് പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ സംഭവത്തിൻ്റെയും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങളാണ് ശാസ്ത്രം. ആ സങ്കീർണമായ ശാസ്ത്രത്തെ എല്ലാവർക്കും മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കാനാണ് ഈ ചാനലിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. ലൈക്ക് ചെയ്യൂ, സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കൂ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സയൻസ് കോർണർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ എഴുതൂ. അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ കൃത്യമായ സാഹചര്യങ്ങൾ ഇവിടെയുണ്ട്. ഇതിനെ നമ്മുടെ ജീവിതവുമായി ഒന്ന് ബന്ധിപ്പിച്ചു നോക്കൂ. നമ്മുടെ കുടുംബം സന്തോഷത്തോടെ നിലനിന്നു പോകുന്നത് പരസ്പര സ്നേഹവും വിശ്വാസവും കാരണമാണ്. എന്നാൽ അതുമാത്രം പോരാ, കൃത്യമായൊരു സാമ്പത്തിക അടിത്തറ കൂടി വേണം. ആ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്ന വ്യക്തി പെട്ടെന്നൊരു ദിവസം ഇല്ലാതായാൽ എന്തായിരിക്കും ആ കുടുംബത്തിൻ്റെ അവസ്ഥ? ഇങ്ങനെയൊരു സമയത്ത് പൈസയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന നിങ്ങളുടെ കുടുംബത്തെ ഓർക്കുക. വലിയ കടബാധ്യത കാരണം ബന്ധുക്കളുടെ മുൻപിൽ കൈനീട്ടേണ്ട അവസ്ഥയുണ്ടാകാം. അത്രയും പ്രധാനപ്പെട്ടതായതുകൊണ്ടും ധാരാളം കുടുംബങ്ങൾ ഇതനുഭവിക്കുന്നത് കൊണ്ടും ഇതിനുള്ള പരിഹാരം കൂടി ഞാൻ വീഡിയോയ്ക്കിടയിൽ പറയുകയാണ്. നമ്മളില്ലെങ്കിലും നമ്മുടെ കുടുംബം തകരാതിരിക്കാൻ ഒരു ടേം ഇൻഷുറൻസ് എല്ലാവർക്കും അത്യാവശ്യമാണ്. മാസം വെറും 800,000 രൂപയൊക്കെ അടച്ചാൽ തന്നെ 2-3 കോടി രൂപ വരെ കവറേജ് ഇതിലൂടെ ലഭിക്കും. ഇത്തരം ടൈം പ്ലാനുകൾ കണ്ടെത്താൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ആദ്യ കമൻറ്റിലും ഞാനൊരു ലിങ്ക് നൽകുന്നുണ്ട്. അതിൽ നിങ്ങളുടെ വിവരങ്ങൾ നൽകുമ്പോൾ നിങ്ങളുടെ വരുമാനവും വിദ്യാഭ്യാസവും അനുസരിച്ച് മികച്ച കമ്പനികളുടെ പ്ലാനുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി കാണാം. നിങ്ങൾക്ക് സ്വന്തമായി പ്ലാൻ തിരഞ്ഞെടുക്കാം. അതല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ അവരുടെ ഭാഗത്തു നിന്ന് സഹായവും ലഭിക്കും. ഇനി മരണപ്പെട്ടാൽ മാത്രമല്ല, ക്യാൻസർ പോലൊരു അസുഖമോ അപകടത്തിൽ അംഗവൈകല്യമോ വന്ന് വരുമാനം നിലച്ചാലും കുടുംബത്തിന് 50 ലക്ഷമോ 1 കോടിയോ സഹായം കിട്ടുന്ന റൈഡേഴ്സ് കൂടി വളരെ ചെറിയ തുകയ്ക്ക് ഇതിനൊപ്പം ചേർക്കാം. നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ സാമ്പത്തിക തീരുമാനമായിരിക്കും ഇത്.
അതും 15% വരെ ഡിസ്കൗണ്ടോടെ ടേം ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്കാണ് ഇപ്പോൾ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഉള്ളത്. എല്ലാവരും ചെക്ക് ചെയ്യുക. ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് സൂര്യനിൽ നിന്നുള്ള ഈ കൃത്യമായ ദൂരമാണ്. സൂര്യനോട് വളരെ അടുത്തായിരുന്നെങ്കിൽ ചൂടുകൂടി വെള്ളമെല്ലാം നീരാവിയായി പോകുമായിരുന്നു. ശുക്രനിലെ പോലെ. വളരെ അകലെയായിരുന്നെങ്കിൽ തണുത്തുറഞ്ഞ് മഞ്ഞുകട്ടയാകുമായിരുന്നു. ചൊവ്വയെ പോലെ. ജീവന്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമായ മറ്റൊരു ഘടകമാണ് വെള്ളം. സൗരയൂഥത്തിൽ ധാരാളം വെള്ളമുണ്ട്, നീരാവിയായിട്ടും ഐസായിട്ടും. പക്ഷേ ജീവൻ നിലനിൽക്കാൻ ദ്രാവക രൂപത്തിലുള്ള വെള്ളം തന്നെ വേണം. സൂര്യനിൽ നിന്നുള്ള ഈ അകലം കാരണം ഭൂമിയിലെ താപനില ക്രമീകരിക്കപ്പെടുകയും വെള്ളം ദ്രാവകാവസ്ഥയിൽ ലഭിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ കൃത്യമായ ഹാബിറ്റബിൾ മേഖലയിലായതിനാൽ ഭൂമിയിൽ ധാരാളം ദ്രാവകാവസ്ഥയിലുള്ള വെള്ളം നിലനിൽക്കുന്നു. എന്നാൽ ജീവന്റെ നിലനിൽപ്പിന് ഇത് മാത്രം മതിയാകില്ല. അതിന് ആവശ്യമായ മറ്റൊരു പ്രധാന ഘടകമാണ് ഭൂമിയുടെ അന്തരീക്ഷവും അതിൻ്റെ ഘടനയും. നമുക്കറിയാം, ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏകദേശം 78% നൈട്രജനും 21% ഓക്സിജനും ശേഷിക്കുന്ന 1% കാർബൺ ഡൈ ഓക്സൈഡ്, ആർഗൺ, നിയോൺ തുടങ്ങിയ മറ്റു വാതകങ്ങളുമാണ്. ഭൂമിയിലെ ജീവന് അനുയോജ്യമായ സാഹചര്യങ്ങൾ നിലനിർത്തുന്നതിൽ ഈ ഘടന വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നൈട്രജൻ ഇല്ലാതെ ഓക്സിജൻ മാത്രമായിരുന്നു എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന്? കേൾക്കുമ്പോൾ അത് വളരെ സൗകര്യപ്രദമായ ഒരു അവസ്ഥയാണെന്ന് തോന്നാം. ഓക്സിജനാണ് ജീവന് കാരണം. ഓക്സിജനാണ് ജീവൻ ഏറ്റവും അത്യാവശ്യമായ വാതകം. പക്ഷേ യാഥാർത്ഥ്യം നേരെ മറിച്ചാണ്. ഓക്സിജൻ ശ്വസിക്കാൻ അത്യാവശ്യമാണെങ്കിലും അത് തീപിടുത്തത്തെ ശക്തമായി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വാതകം കൂടിയാണ്. അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് ഇന്നത്തേതിനേക്കാൾ കൂടുതലായിരുന്നുവെങ്കിൽ ചെറിയൊരു തീപ്പൊരി പോലും വലിയ തീപിടുത്തങ്ങൾക്ക് കാരണമായേനെ. കാട്ടുതീകൾ ഉൾപ്പെടെയുള്ള തീപിടുത്തങ്ങൾ ഭൂമിയിൽ വളരെ സാധാരണമായ സംഭവമായി മാറുമായിരുന്നു. മാത്രമല്ല, ദീർഘകാലം വളരെ ഉയർന്ന സാന്ദ്രതയിലുള്ള ഓക്സിജൻ ശ്വസിക്കുന്നത് ജീവജാലങ്ങളുടെ ജൈവ പ്രവർത്തനങ്ങളെ ബാധിക്കുകയും കോശങ്ങൾക്കും അവയവങ്ങൾക്കും കേടുപാടുകൾ ഉണ്ടാക്കുകയും ചെയ്യും. അതിനാൽ ജീവന് ഓക്സിജൻ ആവശ്യമാണ് എന്നതുപോലെ അതിൻ്റെ അളവ് നിയന്ത്രിക്കപ്പെടുന്നതും അത്ര തന്നെ പ്രധാനമാണ്. ഇവിടെയാണ് നൈട്രജന്റെ പ്രാധാന്യം വ്യക്തമാകുന്നത്. നൈട്രജൻ താരതമ്യേന നിഷ്ക്രിയമായ എനർട്ടായ ഒരു വാതകമാണ്. അത് എളുപ്പത്തിൽ മറ്റു മൂലകങ്ങളുമായി റിയാക്ട് ചെയ്യാറില്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അതിരുകടന്ന പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഒരു നിശബ്ദ കാവൽക്കാരനാണ് നൈട്രജൻ. ഇന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ 78% നൈട്രജൻ ഉള്ളതുകൊണ്ടാണ് ഓക്സിജന്റെ അളവ് ജീവന് അനുയോജ്യമായ നിലയിൽ തുടരുന്നത്. തീപിടുത്തങ്ങൾ നിയന്ത്രണാതീതമാകാതെ ഇരിക്കുന്നതും ജീവജാലങ്ങൾക്ക് സുരക്ഷിതമായ അന്തരീക്ഷം ലഭിക്കുന്നതും ഇതുകൊണ്ടാണ്. എന്നാൽ ഇതുകൊണ്ടും ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും പൂർത്തിയാകുന്നില്ല. അന്തരീക്ഷത്തിലെ വളരെ ചെറിയ അളവിൽ മാത്രമുള്ള ചില വാതകങ്ങൾ പോലും ഭൂമിയെ ജീവന് അനുയോജ്യമായ ഒരു ഗ്രഹമാക്കി മാറ്റുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു പ്രതിഭാസമാണ് ഗ്രീൻ ഹൗസ് എഫക്ട്സ് അഥവാ ഹരിതഗ്രഹ പ്രഭാവം. സൂര്യനിൽ നിന്ന് വരുന്ന ഊർജം ഭൂമിയുടെ ഉപരിതലത്തെ ചൂടാക്കുന്നു. പിന്നീട് ആ ചൂടിൻ്റെ ഒരു ഭാഗം ഇൻഫ്രാറെഡ് വികിരണമായി ബഹിരാകാശത്തേക്ക് തിരികെ പോകാൻ ശ്രമിക്കുന്നു. എന്നാൽ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, ജലബാഷ്പം, മീഥൈൻ തുടങ്ങിയ ചില വാതകങ്ങൾ ഈ ചൂടിൻ്റെ ഒരു ഭാഗം പിടിച്ചു നിർത്തുന്നു. ഇതുകൊണ്ടാണ് ഭൂമിയിലെ താപനില ജീവന് അനുയോജ്യമായ പരിധിയിൽ നിലനിൽക്കുന്നത്. ഒരുപക്ഷെ ഈ ഗ്രീൻ ഹൗസ് വാതകങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? പകൽ സമയത്ത് സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കുന്ന പ്രദേശങ്ങൾ വളരെയധികം ചൂടാവുകയും രാത്രിയിൽ അതേ പ്രദേശങ്ങൾ അതിശൈത്യത്തിലേക്ക് മാറുകയും ചെയ്യുമായിരുന്നു. ഭൂമിയിലെ ശരാശരി താപനില ഇന്ന് ഏകദേശം 15 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഗ്രീൻ ഹൗസ് പ്രഭാവം ഇല്ലായിരുന്നുവെങ്കിൽ അത് ഏകദേശം -18 -18 ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്നേനെ. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഇന്ന് നമുക്കറിയാവുന്ന രീതിയിലുള്ള ജീവൻ ഭൂമിയിൽ നിലനിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാകുമായിരുന്നു.
ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ചന്ദ്രൻ. ചന്ദ്രനിൽ കാര്യമായ അന്തരീക്ഷമില്ല. അതുകൊണ്ട് സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ചൂട് പിടിച്ചു നിർത്താനോ ഉപരിതലത്തിൽ ഉടനീളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടാനോ ഉള്ള സംവിധാനമില്ല. അതിൻ്റെ ഫലം എന്താണ്? പകൽ സമയത്ത് ചന്ദ്രോപരിതലത്തിലെ താപനില ഏകദേശം 127 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ ഉയരുമ്പോൾ രാത്രിയിൽ അത് -173 ഡിഗ്രി വരെ താഴും. അതായത് ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നത് വെറും ശരിയായ ദൂരത്തിലുള്ള സ്ഥാനം കൊണ്ട് മാത്രമല്ല. നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയ വാതകങ്ങൾ കൃത്യമായ അനുപാതത്തിൽ നിലനിൽക്കുന്ന അന്തരീക്ഷവും അതിന് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ഭൂമിയിലെ ജീവനെ സംരക്ഷിക്കുന്ന മറ്റൊരു അദൃശ്യ കവചം കൂടിയുണ്ട്. അത് ഭൂമിയുടെ കാന്തിക മണ്ഡലമാണ്. സൂര്യനിൽ നിന്ന് നിരന്തരം അതിവേഗത്തിൽ ചാർജുള്ള കണികകൾ ബഹിരാകാശത്തേക്ക് പ്രവഹിക്കുന്നുണ്ട്. ഇതിനെ സോളാർ വിൻഡ് എന്നാണ് വിളിക്കുന്നത്. ഇതിനൊപ്പം പ്രപഞ്ചത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഉയർന്ന ഊർജമുള്ള കോസ്മിക് രശ്മികളും ഭൂമിയെ നിരന്തരം ലക്ഷ്യമിടുന്നുണ്ട്. ഈ കണികകൾ നേരിട്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുകയാണെങ്കിൽ ജീവജാലങ്ങൾക്ക് ഗുരുതരമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഭാഗ്യവശാൽ ഭൂമിക്ക് ശക്തമായ ഒരു കാന്തിക മണ്ഡലം, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഭൂമിയുടെ ഉരുകിയ ലോഹക്കാമ്പിൽ നടക്കുന്ന ചലനങ്ങളാണ് ഈ കാന്തിക മണ്ഡലം സൃഷ്ടിക്കുന്നത്. ചാർജുള്ള കണികകൾ കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനത്തിൽ വരുന്നതിനാൽ ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്ന ഈ അപകടകരമായ പ്രവാഹങ്ങളിൽ ഭൂരിഭാഗവും ഭൂമിയെ തൊടാതെ വഴിതിരിച്ചു വിടപ്പെടുന്നു. അങ്ങനെ ഒരു അദൃശ്യ സംരക്ഷണ കവചം പോലെ പ്രവർത്തിച്ചുകൊണ്ട് ഭൂമിയിലെ ജീവനെ കാത്തുസൂക്ഷിക്കുന്നത് ഈ മാഗ്നറ്റിക് ഫീൽഡാണ്. എന്നാൽ ഈ കണികകളിൽ ചിലത് ധ്രുവപ്രദേശങ്ങളിലൂടെ ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന പാളികളിലേക്ക് പ്രവേശിക്കാറുണ്ട്. അവിടെ അവ ഓക്സിജൻ, നൈട്രജൻ തുടങ്ങിയ വാതക തന്മാത്രകളുമായി കൂട്ടിയിടിക്കുമ്പോൾ ഊർജം പുറത്തു വരുന്നു. ആ ഊർജമാണ് ആകാശത്ത് പച്ചയും ചുവപ്പും നീലയും നിറങ്ങളിലുള്ള അത്ഭുതകരമായ പ്രകാശ ചരടുകളായി പ്രത്യക്ഷപ്പെടുന്നത്. പ്രകൃതിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നായ ഈ ധ്രുവദീപ്തി യഥാർത്ഥത്തിൽ ഭൂമിയുടെ കാന്തിക മണ്ഡലം ജീവനെ സംരക്ഷിക്കുന്നതിൻ്റെ ദൃശ്യമായ തെളിവ് കൂടിയാണ്. ഇതുകൊണ്ടും കഥ അവസാനിക്കുന്നില്ല കൂട്ടുകാരെ. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഭൂമിയിൽ ഋതുക്കൾ അഥവാ സീസണുകൾ ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? വേനലും മഴയും ശൈത്യകാലവും പരസ്പരം മാറി മാറി വരാതിരുന്നെങ്കിൽ, ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ കാലാവസ്ഥകളിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാതിരുന്നിരുന്നെങ്കിൽ ഇന്ന് നാം കാണുന്ന രീതിയിലുള്ള ജീവവൈവിധ്യം ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നു. ഇതുകൊണ്ടും കഥ അവസാനിക്കുന്നില്ല കൂട്ടുകാരെ. സീസണുകൾ ഉണ്ടാകാൻ പ്രധാന കാരണം ഭൂമിയുടെ ഭ്രമണ അച്ചുതണ്ട്, ആക്സിസ്, ഏകദേശം 23.5 ഡിഗ്രി ചെരിഞ്ഞിരിക്കുന്നതാണ്. ഭൂമി സൂര്യനെ ചുറ്റി സഞ്ചരിക്കുമ്പോൾ ഈ ചെരിവ് കാരണം വർഷത്തിലെ വിവിധ സമയങ്ങളിൽ ഭൂമിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് സൂര്യപ്രകാശം വ്യത്യസ്ത അളവിലെത്തുന്നു. അതാണ് വേനൽക്കാലവും ശൈത്യകാലവും മഴക്കാലവും ഉൾപ്പെടെയുള്ള ഋതുക്കൾക്ക് കാരണം. ഈ ചെരിവില്ലായിരുന്നെങ്കിൽ ഭൂമിയിലെ എല്ലാ പ്രദേശങ്ങൾക്കും വർഷം മുഴുവൻ ഏതാണ്ട് ഒരേ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുമായിരുന്നു. കാലാവസ്ഥയിലെ വ്യത്യാസങ്ങൾ വളരെ കുറയുമായിരുന്നു. ഇന്ന് കാണുന്ന പല ആവാസ വ്യവസ്ഥകളും സസ്യജാലങ്ങളും ജീവജാലങ്ങളും രൂപപ്പെടാതിരിക്കാനും സാധ്യതയുണ്ടായിരുന്നു. അതേസമയം ഈ ചെരിവ് ഇന്നുള്ളതിനേക്കാൾ വളരെ കൂടുതലായിരുന്നെങ്കിൽ അവസ്ഥ അതിലും സങ്കീർണമാകുമായിരുന്നു. ചില പ്രദേശങ്ങളിൽ അതിശക്തമായ വേനലും അതികഠിനമായ ശൈത്യവും ഒരേ സമയം അനുഭവപ്പെടുമായിരുന്നു. കാലാവസ്ഥയിലെ ഈ അതിരൂക്ഷമായ മാറ്റങ്ങൾ ജീവന്റെ വികാസത്തെ വലിയ തോതിൽ ബാധിക്കുമായിരുന്നു. അതായത് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ഈ 23.5 ഡിഗ്രി ചെരിവ് വെറുമൊരു ജ്യോതിശാസ്ത്ര വിവരമല്ല. ഭൂമിയിലെ കാലാവസ്ഥയെ സന്തുലിതമാക്കുകയും ജീവവൈവിധ്യങ്ങളെ നിലനിർത്തുകയും ചെയ്യുന്ന അതിസൂക്ഷ്മമായ ഒരു ക്രമീകരണമാണ്. ഇല്ല, കഥ ഇവിടെയും അവസാനിക്കുന്നില്ല. ഭൂമിയിലെ കാലാവസ്ഥയെയും സമുദ്രങ്ങളുടെ സ്വഭാവത്തെയും സ്ഥിരതയോടെ നിലനിർത്തുന്നതിൽ ഭൂമിയുടെ ഏക സ്വാഭാവിക ഉപഗ്രഹമായ ചന്ദ്രന്റെ പങ്കും വളരെ വലുതാണ്. ഭൂമിയിൽ നിന്ന് ശരാശരി 3,84,400 കിലോമീറ്റർ അകലെയാണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത്. ആ ദൂരം, അതിൻ്റെ വലിപ്പം
ഗുരുത്വാകർഷണം എന്നിവയെല്ലാം ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പുമായി അത്ഭുതകരമായി ബന്ധപ്പെട്ടിരിക്കും. ചന്ദ്രന്റെ ഗുരുത്വാകർഷണമാണ് ഭൂമിയിലെ വേലിയേറ്റങ്ങൾക്കും വേലിയിറക്കങ്ങൾക്കും പ്രധാന കാരണം. ഈ വേലിയേറ്റങ്ങൾ വെറും കടൽ തീരങ്ങളിൽ മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമല്ല. സമുദ്രങ്ങളിലെ പോഷക ഘടകങ്ങളുടെ വിതരണം, സമുദ്രജീവികളുടെ ജീവിതചക്രം, സമുദ്രജല പ്രവാഹങ്ങളുടെ സ്വഭാവം തുടങ്ങി നിരവധി കാര്യങ്ങളെ ഇത് സ്വാധീനിക്കുന്നുണ്ട്. അതിലും പ്രധാനമായി ചന്ദ്രൻ ഭൂമിയുടെ ഭ്രമണ അച്ചുതണ്ടിനെ സ്ഥിരതയോടെ നിലനിർത്താൻ സഹായിക്കുന്നു. ഇന്ന് ഭൂമിയുടെ അച്ചുതണ്ട് ഏകദേശം 23.5 ഡിഗ്രി ചെരിഞ്ഞിരിക്കുകയാണ്. ചന്ദ്രന്റെ ഗുരുത്വാകർഷണ സഹായം ഇല്ലായിരുന്നെങ്കിൽ ഈ ചെരിവ് കാലക്രമേണ വലിയ തോതിൽ മാറിമറിയാൻ സാധ്യതയുണ്ടായിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഭൂമിയിലെ കാലാവസ്ഥ വളരെ അസ്ഥിരമാകുമായിരുന്നു, അൺസ്റ്റേബിൾ ആകുമായിരുന്നു. ചില സമയങ്ങളിൽ ധ്രുവപ്രദേശങ്ങൾ നേരിട്ട് സൂര്യനെ അഭിമുഖീകരിക്കാനും മറ്റ് ചില സമയങ്ങളിൽ മധ്യരേഖാ പ്രദേശങ്ങൾ അതിശൈത്യത്തിലാകാനും സാധ്യതയുണ്ടായിരുന്നു. ഫലമായി അതിൻ്റെ ഫലമോ ഇന്ന് കാണുന്ന സ്ഥിരതയുള്ള കാലാവസ്ഥയും ജീവവൈവിധ്യവും രൂപപ്പെടാൻ ബുദ്ധിമുട്ടാകുമായിരുന്നു. അതായത് ചന്ദ്രൻ വെറും രാത്രിയിലെ മനോഹരമായൊരു കാഴ്ച മാത്രമല്ല, ഭൂമിയുടെ കാലാവസ്ഥയെയും സമുദ്രങ്ങളെയും ഭ്രമണ സ്ഥിരതയെയും നിയന്ത്രിക്കുന്ന ഒരു അദൃശ്യ പങ്കാളിയാണ്. എന്ന് വെച്ചാൽ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ മറ്റൊരു അത്ഭുതകരമായ കോസ്മിക് ക്രമീകരണം കൂടിയാണ് ചന്ദ്രൻ. അപ്പൊ കഴിഞ്ഞോ? ഇല്ല. സൗരയൂഥത്തിന്റെ അങ്ങേയറ്റത്ത് ഭൂമിക്ക് വേണ്ടി മറ്റൊരു കാവൽക്കാരൻ കൂടിയുണ്ട്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ ജൂപ്പിറ്റർ, വ്യാഴം. വ്യാസത്തിലും ഭാരത്തിലും സൗരയൂഥത്തിലെ മറ്റെല്ലാ ഗ്രഹങ്ങളെയും മറികടക്കുന്ന ഈ വാതക ഭീമൻ ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിൽ പരോക്ഷമായെങ്കിലും വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. വ്യാഴത്തിന്റെ ഗുരുത്വാകർഷണ ശക്തി വളരെ വലുതാണ്. സൗരയൂഥത്തിലൂടെ സഞ്ചരിക്കുന്ന നിരവധി ധൂമകേതുക്കളെയും ഛിന്നഗ്രഹങ്ങളെയും അത് തൻ്റെ വഴിയിലേക്ക് ആകർഷിക്കുകയോ അവയുടെ പാത മാറ്റുകയോ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ചില ശാസ്ത്രജ്ഞർ വ്യാഴത്തെ സൗരയൂഥത്തിന്റെ കോസ്മിക് വാക്വം ക്ലീനർ എന്നും ഭൂമിയുടെ കാവൽക്കാരൻ എന്നും വിശേഷിപ്പിക്കാറുണ്ട്. 1994 നടന്ന ഒരു സംഭവം ഇതിന് മികച്ച ഉദാഹരണമാണ്. കോമറ്റ് ഷൂമേക്കർ ലെവി 9 എന്ന ധൂമകേതു നേരിട്ട് വ്യാഴത്തിൽ ഇടിച്ചു കയറി. ആ കൂട്ടിയിടി സൃഷ്ടിച്ച സ്ഫോടനങ്ങളുടെ വലിപ്പം ഭൂമിയുടെ വലിപ്പത്തേക്കാൾ വലുതായിരുന്നു. ആ ധൂമകേതുവിൻ്റെ പാതയിൽ വ്യാഴം ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നത് ഇന്നും ശാസ്ത്രജ്ഞർ ചർച്ച ചെയ്യുന്ന വലിയ വിഷയമാണ്. കോടിക്കണക്കിന് വർഷങ്ങളായി സൗരയൂഥത്തിൻ്റെ ഘടനയിലും ഭൂമിയിലേക്ക് എത്തുന്ന ആഘാതങ്ങളുടെ നിരക്കിലും വ്യാഴം നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നാണ് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ശരിയായ ദൂരത്തിലുള്ള ഒരു ഗ്രഹം, ദ്രാവകാവസ്ഥയിലുള്ള വെള്ളം, കൃത്യമായ അന്തരീക്ഷ ഘടന, സംരക്ഷണം നൽകുന്ന കാന്തിക മണ്ഡലം, 23.5 ഡിഗ്രി ചെരിഞ്ഞ ഭ്രമണ അച്ചുതണ്ട്, സ്ഥിരത നൽകുന്ന ഒരു വലിയ ചന്ദ്രൻ, സൗരയൂഥത്തിൻ്റെ പുറം ഭാഗത്ത് കാവൽ നിൽക്കുന്ന ഒരു വാതക ഭീമൻ. ഇതെല്ലാം ഒരുമിച്ച് ലഭിച്ചത് വെറും യാദൃശ്ചികത മാത്രമാണോ? അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ ഇത്തരത്തിലുള്ള ഗ്രഹങ്ങൾ അത്യപൂർവമാണോ? ഇവിടെയാണ് ഫെർമി പാരഡോക്സിന്റെ ഏറ്റവും കൗതുകകരമായ വിശദീകരണങ്ങളിലേക്ക് നമ്മൾ എത്തുന്നത്. റെയർ എർത്ത് ഹൈപ്പോത്തസിസ് എന്നറിയപ്പെടുന്ന ഈ ആശയം പറയുന്നത് പ്രപഞ്ചത്തിൽ ഗ്രഹങ്ങൾ ധാരാളമുണ്ടെങ്കിലും ഭൂമിയെപ്പോലെ ജീവൻ വളരാനും നിലനിൽക്കാനും ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഒരുമിച്ച് ലഭിക്കുന്ന ഗ്രഹങ്ങൾ അത്യപൂർവമായിരിക്കാം എന്നാണ്. മേൽപ്പറഞ്ഞ സാഹചര്യങ്ങളെല്ലാം ഒരുമിച്ച് ലഭിക്കുന്നത് പ്രപഞ്ചത്തിൽ അത്യന്തം അപൂർവമായൊരു സംഭവമായിരിക്കാം. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം നാം ഇതുവരെ അന്യഗ്രഹ ജീവികളുടെ ഒരു തെളിവ് പോലും കണ്ടെത്താത്തത്. ഒരുപക്ഷെ ഈ മഹാപ്രപഞ്ചത്തിൽ ബുദ്ധിയുള്ള ജീവൻ രൂപപ്പെട്ട ഏക ലോകം ഭൂമി തന്നെയായിരിക്കാം. അങ്ങനെയാണെങ്കിൽ കോടിക്കണക്കിന് ഗാലക്സികളും ട്രില്യൺ കണക്കിന് ഗ്രഹങ്ങളും നിറഞ്ഞ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ സത്യത്തിൽ ഒരു കോസ്മിക് അപവാദമായിരിക്കും. പക്ഷേ ശരിക്കും അങ്ങനെയാണോ? കാരണം കണക്ക് പറയുന്നത് മറ്റൊരു കഥയാണ്. നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയിൽ മാത്രം 100 കോടിക്കടുത്ത് നക്ഷത്രങ്ങളുണ്ട്. അവയിൽ പലതിനും ഗ്രഹങ്ങളുമുണ്ട്.
അങ്ങനെയെങ്കിൽ ജീവൻ രൂപപ്പെടാൻ സാധ്യതയുള്ള ലോകങ്ങൾ എത്രയുണ്ടാകും? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശാസ്ത്രജ്ഞർ ഒരു സമവാക്യം പോലും നിർമ്മിച്ചിട്ടുണ്ട്. 1961 അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞനായ ഫ്രാങ്ക് ഡ്രേക്ക് ഒരു കൗതുകകരമായ ചോദ്യം ചോദിച്ചു. നമ്മുടെ ഗാലക്സിയിൽ നമ്മളെപ്പോലെ ബുദ്ധിയുള്ള, ആശയവിനിമയം നടത്താൻ കഴിയുന്ന നാഗരികതകൾ എത്രയുണ്ടാകാം? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ അദ്ദേഹം ഒരു സമവാക്യം അവതരിപ്പിച്ചു. അതാണ് ഡ്രേക്ക് ഇക്വേഷൻ. ഈ സമവാക്യം കൃത്യമായ ഒരു സംഖ്യ പറയാനുള്ളതല്ല, മറിച്ച് ഒരു ഗാലക്സിയിൽ എത്ര ബുദ്ധിയുള്ള നാഗരികതകൾ ഉണ്ടാകാം എന്ന് കണക്കാക്കാനുള്ള ഒരു ചട്ടക്കൂട്, ഒരു ഫ്രെയിംവർക്ക് മാത്രമാണ്. സമവാക്യത്തിൽ ഉൾപ്പെടുന്ന ഘടകങ്ങൾ ഇവയാണ്: ഒരു ഗാലക്സിയിൽ പ്രതിവർഷം ജനിക്കുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം, അവയിൽ ഗ്രഹങ്ങളുള്ള നക്ഷത്രങ്ങളുടെ ശതമാനം, ജീവൻ നിലനിൽക്കാൻ കഴിയുന്ന ഗ്രഹങ്ങളുടെ എണ്ണം, അവയിൽ ജീവൻ യഥാർത്ഥത്തിൽ രൂപപ്പെടാനുള്ള സാധ്യത, ജീവൻ ബുദ്ധിശക്തിയുള്ള നാഗരികതകളായി വികസിപ്പിക്കാനുള്ള സാധ്യത, മറ്റ് ലോകങ്ങളുമായി ആശയവിനിമയം നടത്താൻ കഴിയുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനുള്ള സാധ്യത, അത്തരം നാഗരികതകൾ എത്ര കാലം നിലനിൽക്കും എന്നത്. ഡ്രേക്ക് സമവാക്യം കണക്കാക്കുമ്പോൾ ലഭിക്കുന്ന ഫലങ്ങൾ പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്നതാണ്. ചില കണക്കുകൾ പ്രകാരം നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയിൽ തന്നെ 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് സാങ്കേതിക നാഗരികതകൾ ഉണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം വീണ്ടും ഉയരുന്നു: അവരെവിടെയാണ്? എന്തുകൊണ്ടാണ് ഇതുവരെ നമുക്ക് അവരുടെ ഒരു സന്ദേശം പോലും ലഭിക്കാത്തത്? എന്തുകൊണ്ടാണ് അവരുടെ സാന്നിധ്യത്തിൻ്റെ വ്യക്തമായ തെളിവുകൾ കാണാത്തത്? ഇവിടെയാണ് ഫെർമി പാരഡോക്സ് വീണ്ടും നമ്മെ പിന്തുടരുന്നത്. ഒരുപക്ഷെ പ്രപഞ്ചത്തിൽ ബുദ്ധിയുള്ള ജീവൻ ധാരാളം ഉണ്ടായിരിക്കാം, പക്ഷേ അവർ നമ്മിൽ നിന്ന് വളരെ അകലെയായിരിക്കാം. അല്ലെങ്കിൽ അവർ ഒരിക്കലും സാങ്കേതിക നാഗരികതയായി വളർന്നിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അവർ വളർന്നിട്ടുണ്ടാകാം, പക്ഷേ ഏതോ ഒരു ഘട്ടത്തിൽ സ്വയം നശിച്ചു പോയിരിക്കാം. ഈ ഭയാനകമായ സാധ്യതയിലേക്കാണ് ശാസ്ത്രജ്ഞർ ഗ്രേറ്റ് ഫിൽറ്റർ എന്ന ആശയത്തിലൂടെ വിരൽ ചൂണ്ടുന്നത്. ഫെർമി പാരഡോക്സ് മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും ഭയാനകമായ വിശദീകരണങ്ങളിൽ ഒന്നാണ് ഗ്രേറ്റ് ഫിൽറ്റർ സിദ്ധാന്തം. ഈ സിദ്ധാന്തം പറയുന്നത് ഒരു ഗ്രഹത്തിൽ ജീവൻ രൂപപ്പെടുന്നതിൽ നിന്ന് ബഹിരാകാശവുമായി ആശയവിനിമയം നടത്താൻ കഴിയുന്ന അത്യാധുനിക നാഗരികതയായി വളരുന്നത് വരെ എവിടെയോ ഒരു ഘട്ടത്തിൽ അത്യന്തം ദുഷ്കരമായൊരു തടസ്സം ഉണ്ടെന്നാണ്. അതായത് പ്രപഞ്ചത്തിൽ ജീവൻ രൂപപ്പെടുന്നത് താരതമ്യേന സാധാരണമായ കാര്യമായിരിക്കാം, പക്ഷേ ബുദ്ധിയുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ച നാഗരികതകളായി വളരുന്നത് വളരെ അപൂർവമായിരിക്കാം. ഒരുപക്ഷെ ആ ഗ്രേറ്റ് ഫിൽറ്റർ ഇതിനകം പിന്നിലായിരിക്കാം. ഉദാഹരണത്തിന്, ഭൂമിയിൽ ആദ്യത്തെ ജീവൻ രൂപപ്പെടുക, സങ്കീർണ കോശങ്ങൾ വികസിക്കുക, ബഹുകോശ ജീവികൾ ഉണ്ടാവുക, ബുദ്ധിശക്തിയുള്ള ജീവികൾ പരിണമിക്കുക, ഇവയെല്ലാം അത്യപൂർവമായ സംഭവങ്ങളായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത്യന്തം ഭാഗ്യവാന്മാരാണ്. കാരണം ഏറ്റവും പ്രയാസമേറിയ ഘട്ടങ്ങൾ നാം ഇതിനകം പിന്നിട്ട് കഴിഞ്ഞു. പക്ഷേ മറ്റൊരു സാധ്യതയുമുണ്ട്. ഗ്രേറ്റ് ഫിൽറ്റർ ഇപ്പോഴും നമ്മുടെ മുന്നിലായിരിക്കാം. അതായത് സാങ്കേതികമായി പുരോഗമിക്കുന്ന നാഗരികതകൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ സ്വയം നശിച്ചു പോകുന്ന ഒരു പ്രവണത ഉണ്ടായിരിക്കാം. ആണവയുദ്ധങ്ങൾ, നിയന്ത്രണം വിട്ട കാലാവസ്ഥാ വ്യതിയാനം, മാരകമായ ജൈവായുധങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഇതുവരെ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത മറ്റെന്തെങ്കിലും ദുരന്തങ്ങൾ. ഇവയിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മിക്ക നാഗരികതകളും ഇല്ലാതാകുന്നുണ്ടാകാം. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം പ്രപഞ്ചം ഇത്ര നിശബ്ദമായിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മളെക്കാൾ പുരോഗമിച്ച അനേകം നാഗരികതകൾ ഒരു കാലത്തുണ്ടായിരുന്നിരിക്കാം, പക്ഷേ അവ ഇന്ന് നിലനിൽക്കുന്നില്ല. ഒരുപക്ഷെ പ്രപഞ്ചം നിശബ്ദമായിരിക്കുന്നത് അവിടെ ആരുമില്ലാത്തത് കൊണ്ടല്ല, അവിടെ ഉണ്ടായിരുന്നവർ ഇനി ഇല്ലാത്തത് കൊണ്ടാകാം. അല്ലെങ്കിൽ ആ ഗ്രേറ്റ് ഫിൽറ്ററിനെ മറികടക്കാൻ കഴിഞ്ഞ വിരളമായ ചില നാഗരികതകൾ മാത്രമേ ഇന്നും എവിടെയെങ്കിലും നിലനിൽക്കുന്നുള്ളൂ. അപ്പോൾ ചോദ്യം ഇതാണ്: നാം ഈ കഥയിലെ ഏത് ഘട്ടത്തിലാണ്? ഗ്രേറ്റ് ഫിൽറ്റർ നമ്മൾ ഇതിനകം പിന്നിട്ടോ, അതോ അതിപ്പോഴും നമ്മുടെ മുന്നിൽ കാത്തിരിക്കുകയാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ കഴിയുന്ന ദിവസം ഒരുപക്ഷെ ഫെർമി പാരഡോക്സിനുള്ള ഉത്തരം മനുഷ്യരാശിക്ക് ലഭിച്ചേക്കാം. ഭൂമിക്ക് പുറത്തും ജീവനുണ്ടോ എന്ന ചോദ്യത്തിന് ഇന്നും ഉത്തരമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്:
ഈ മഹാപ്രപഞ്ചത്തിൽ നമ്മുടെ സ്ഥാനം മനസ്സിലാക്കാനുള്ള മനുഷ്യൻ്റെ അന്വേഷണം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഈ മഹാപ്രപഞ്ചത്തിൽ നാം തനിച്ചാണോ, അതോ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾക്കിടയിൽ മറ്റാരോ നമ്മളെപ്പോലെ ഇതേ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണോ? ഒരുപക്ഷെ ഭാവിയിലെ ഏതെങ്കിലും ഒരു ദിവസം മനുഷ്യരാശി അതിനുള്ള ഉത്തരം കണ്ടെത്തിയേക്കാം. പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങളെക്കുറിച്ച് സംസാരിച്ച കൂട്ടത്തിൽ നമ്മുടെ കുടുംബത്തിൻ്റെ സുരക്ഷയെക്കുറിച്ചും ഞാൻ ഓർമ്മിപ്പിച്ചു. ദൗർഭാഗ്യവശാൽ നാളെ നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ അടുത്തൊരു 15-20 വർഷമെങ്കിലും നമ്മുടെ കുടുംബത്തിന് അന്തസ്സായി ജീവിക്കാൻ കോടിക്കണക്കിന് രൂപ കവറേജ് നൽകുന്ന ടേം ഇൻഷുറൻസ് ഇന്ന് തന്നെ എടുത്തു വയ്ക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഉണ്ട്. ഒരിക്കലും പിന്നത്തേക്ക് മാറ്റിവെക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നും പുതിയതായി എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നും ശാസ്ത്രത്തെക്കുറിച്ചുള്ള ഇത്തരം കൗതുകകരമായ വിഷയങ്ങൾ ലളിതമായി അറിയാൻ സയൻസ് കോർണർ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കാനും ശാസ്ത്രം ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു കൗതുകകരമായ ശാസ്ത്ര വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ ചോദിക്കൂ, അന്വേഷിക്കൂ, ശാസ്ത്രത്തെ സ്നേഹിക്കൂ. നന്ദി, നമസ്കാരം.